ഹലോ നമസ്കാരം രഞ്ജിത്ത്. പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈമായിട്ടൊരു ഇൻകം കിട്ടാനായിട്ട് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളോ ബിസിനസ്സുകളോ ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും പാർട്ട് ടൈമായിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ബിസിനസ്സുകളുണ്ട്. പല ആളുകൾക്കും അറിയാവുന്ന ബിസിനസ്സുകൾ തന്നെയാണ്. എങ്കിൽ പോലും വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്താൽ, സീരിയസ് ആയിട്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന 8 പാർട്ട് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ്. വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ആളുകൾക്കൊക്കെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ബിസിനസ്സുകളുടെ എണ്ണം കൂടി വരികയാണ്. കേരളത്തിലേക്ക് പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു ഓൺട്രപ്രണറെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഓൺട്രപ്രണർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അവർക്കൊരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും അവർക്കൊന്ന് പ്ലാൻ ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ എന്നുള്ള രീതിയിൽ അവർക്ക് അസിസ്റ്റൻറ്റുമാരുടെ ആവശ്യമുണ്ട്. പലപ്പോഴും അവർ ഫിസിക്കലി പ്രസൻ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് ബാക്ക് എൻഡിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കൊടുക്കാനും അവരുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനും ഈവൻ അവരുടെ ഒരു ഇമേജ് മാനേജ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആയാൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പ്ലാനിങ്ങിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ, ടൈമൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല റിലേഷൻസും നല്ല കോർഡിനേറ്റിംഗ് സ്കിൽസും എല്ലാം ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിലേക്ക് മാത്രമായിട്ട് ചെയ്യാം. ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഒരു ദിവസത്തെ പിറ്റേ ദിവസത്തെ പ്ലാനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് നേരം അദ്ദേഹവുമായി ഇരുന്ന് ചെലവഴിക്കുന്ന രീതിയിലുള്ള വിർച്വൽ അസിസ്റ്റൻറ്റുമാരുണ്ട്. അല്ലെങ്കിൽ ഫുൾ ഡേ, ഒരു ഡേ മൊത്തം അതിനുവേണ്ടി ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടോ വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ജോബ് തന്നെയാണ് വിർച്വൽ അസിസ്റ്റൻറ്റിൻ്റേത്. കേരളത്തിൽ ഈ ഒരു സാധ്യത കൂടി വരികയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അവസരങ്ങൾ കൂടി വരുന്നു. കാരണം ബിസിനസ്സുകാർക്ക് ഒരുപാട് പ്ലാനിങ് ആവശ്യമാണ്, അവർ ഓർഗനൈസ്ഡ് ആവണം എന്നുള്ള ചിന്താഗതി വന്നിരിക്കുന്നതുകൊണ്ട് വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒന്നാം തരം ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ മാനേജറാണ്. കമ്പനികളുടെ സോഷ്യൽ മീഡിയ പലപ്പോഴും മാനേജ് ചെയ്യുന്നത് പുറത്തു നിന്നാണ്, അകത്തു നിന്നല്ല എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം പലപ്പോഴും അകത്തു നിന്ന് ഒരാളെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു എക്സ്പേർട്ടിനെ തീർച്ചയായിട്ടും അവർ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ അവർ റെഡിയാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ 5 or 10 കമ്പനികളുടെ വരെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിന് വലിയ സ്കില്ല് ആവശ്യമുണ്ടെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നിങ്ങളുടെ ഇൻകം കൂടാൻ സാധ്യതയുണ്ടോ. കാരണം നിങ്ങൾക്ക് സ്കില്ല് ഇപ്പോൾ SEO, SEM പോലുള്ള കാര്യങ്ങൾ അറിയുന്നു, ഡിജിറ്റൽ ഫണലുകൾ ഉണ്ടാക്കാൻ അറിയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം അൺബിലീവബിളി വലുതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒരു ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ എങ്കിൽ പോലും അതിനു പോലും വലിയ സാധ്യതകളാണ്. കാരണം പ്രോപ്പറായിട്ട് ഫേസ്ബുക്ക് പേജെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെങ്കിലും കറക്റ്റായിട്ട് പോസ്റ്റുകൾ ഇടുക, ആ പോസ്റ്റുകൾക്ക് കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പുകൾ കൊടുക്കുക, കമൻ്റ് ഇടുന്ന ആളുകൾക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം ചെയ്യാനായിട്ട് ഒരാളെ ഡെഡിക്കേറ്റ് ചെയ്ത് വയ്ക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ദിവസത്തിൽ ഒരുപക്ഷെ 1-2 മണിക്കൂറോ നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ കുറച്ച് കമ്പനികളുടെ സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു അഡീഷണൽ റവന്യൂ കൊണ്ടുതരും. അടുത്തത് മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഒരു ഫ്രീലാൻസ് കോണ്ടൻറ്റ് റൈറ്ററുടേതാണ്. അതായത് കോണ്ടൻറ്റ് എഴുതുന്ന ആളുകൾ. പലതരത്തിലുള്ള കോണ്ടൻറ്റുകളുണ്ട്. ടെക്നിക്കൽ കോണ്ടൻറ്റുകൾ ഉണ്ടാവാം, ക്രിയേറ്റീവായിട്ടുള്ള കോണ്ടൻറ്റുകൾ ഉണ്ടാവാം, ബ്ലോഗ് കോണ്ടൻറ്റുകൾ, അതുപോലെ വെബിന് വേണ്ടി മാത്രമായിട്ടുള്ള കോണ്ടൻറ്റ് എഴുതുന്ന ആൾക്കാർ, അങ്ങനെയുള്ള പല തരത്തിലുള്ള കോണ്ടൻറ്റ് ഉണ്ട്. കോണ്ടൻറ്റിന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ നല്ല ക്ഷാമം തന്നെയാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് അഡ്വർടൈസിങ് ഏജൻസീസ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ കോപ്പി റൈറ്റിങ്ങിന് ആളുകളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കോണ്ടൻറ്റ് റൈറ്റിങ്ങിനും അവിടെ ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജിൽ അത്യാവശ്യം നല്ല സ്കില്ലുണ്ടെങ്കിൽ, എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല വലിയ സാധ്യത കേരളത്തിൽ തന്നെയുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നില്ലെങ്കിൽ US നിന്നോ UK നിന്നോ ഒക്കെ കിട്ടുന്ന ഔട്ട്സോഴ്സ്ഡ് വർക്കുകൾക്കുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. കാരണം freelancer.com പോലുള്ള വലിയ സൈറ്റുകളിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത്തരത്തിലുള്ള വർക്കുകൾ വളരെയധികമുണ്ട്. അവിടെ നമ്മൾ ഡോളറിലും പൗണ്ടിലും ഒക്കെ പൈസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ 2 മണിക്കൂർ മാത്രം ഈ കോണ്ടൻറ്റ് റൈറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ആളുകൾക്കടക്കം നല്ല ഒരു പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്
നല്ല സൈറ്റുകൾ നോക്കി ഇത് സെലക്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ നല്ല അഡ്വർടൈസിങ് ഏജൻസീസായിട്ടോ മാർക്കറ്റിംഗ് ഏജൻസീസോ ആയിട്ടൊക്കെ ഒരു ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോണ്ടൻറ് റൈറ്ററോ കോപ്പി റൈറ്ററോ ആവാവുന്നതാണ്. നാലാമത്തെ ഓപ്പർച്യൂണിറ്റി ഈസ് അബൌട്ട് ബേബി സിറ്റിംഗ് ഓർ പെറ്റ് സിറ്റിംഗ്. പലപ്പോഴും നമുക്കറിയാം ബിസി സ്കെഡ്യൂളിലാണ് നമ്മളെല്ലാവരും. പാരൻസ് അടക്കം കുട്ടികളെ നോക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലാണ്. രണ്ടു പേർക്കും ഒരു പക്ഷേ ജോലി ഉണ്ടാവാം. അപ്പോൾ കുട്ടിയെ നോക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ബേബി സിറ്റിങ്ങിൻ്റെ സാധ്യതകൾ കൂടിയാണ്. പ്രത്യേകിച്ചും ഇനി മാർക്കറ്റ് വൈഡ് ഓപ്പൺ ആവുന്ന സമയത്ത് ആളുകൾക്ക് തീരെ സമയമില്ലാത്ത അവസ്ഥ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ആളുകൾ ട്രാവലിന് പോകുമ്പോൾ, ടൂറിന് പോകുമ്പോൾ, ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലിപ്പോൾ മിക്ക വീടുകളിലും പെറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പെറ്റ്സിനെ എന്ത് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും അതിനൊരു കെയർ കൊടുക്കുന്നതിനും, അപ്പോൾ കുട്ടികളായിക്കോട്ടെ ഇനി ഈവൻ പെറ്റ്സ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. കാരണം കുട്ടികളുടെ പോലെ തന്നെ നോക്കേണ്ട ഒരു സാധനമാണ് പെറ്റ്സ്, പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെ. അപ്പോൾ അതിനെയും സംരക്ഷിക്കാനും കെയർ കൊടുക്കാനുമുള്ള സാധ്യത. അപ്പോൾ ഇത്തരത്തിലുള്ള കെയർ അല്ലെങ്കിൽ ബേബി സിറ്റിംഗ്, പെറ്റ് സിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട്. അതൊരു സർവീസാണ്. നിങ്ങൾക്കതൊരു പാഷനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൂം ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ്, വീട്ടിലെ തന്നെ പുറത്തുള്ള ഒരു പ്ലേസ് പെറ്റ് സിറ്റിങ്ങിന് വേണ്ടിയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു വലിയ ബിസിനസ് തന്നെയാക്കി പിന്നീട് മാറ്റിയെടുക്കാം. പാർട്ട് ടൈമായിട്ട് തുടങ്ങുകയും വേണമെങ്കിൽ ഒരു ഫുൾ ടൈമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാധ്യതയാണ്. വലിയ കോമ്പറ്റീഷൻ ഈ രംഗത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് പക്ഷേ ഒരു വലിയ ബിസിനസ് ആകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അഞ്ചാമത്തെ ഓപ്പർച്യൂണിറ്റി വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഗൾഫ് നാടുകളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം. ദിസ് ഈസ് ഹോം ട്യൂട്ടറിങ്. പലപ്പോഴും വീടുകളിൽ പോയി കുട്ടികളെ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് പോലുള്ള ചില പെർട്ടിക്കുലർ സബ്ജക്റ്റുകളോ ലാംഗ്വേജുകളോ ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കൊരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി ഹോം ട്യൂട്ടറിങ്ങിൻ്റെ ഇപ്പോൾ ശരിക്കും ആളുകൾ എക്സ്പെൻസ് വളരെയധികം കൂട്ടിയിരിക്കുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതിന് സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു ആളുകൾ. പണ്ട് കാലത്ത് ഇത്രയും റെഡിനെസ് ഉണ്ടായിരുന്നില്ല പാരൻസിന് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാരൻസിന് ഇപ്പോൾ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു വലിയ എമൗണ്ട്, വലിയൊരു പെർസെൻറ്റേജ് അവരുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഹോം ട്യൂട്ടറിങ് സർവീസുകളിലേക്ക് ഇറങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 15-ലധികം ഓർഗനൈസേഷനുകൾ തന്നെ ഹോം ട്യൂട്ടറിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുണ്ട്. ഹോം ട്യൂട്ടറിംഗ് മാത്രം ചെയ്യുന്ന ഓർഗനൈസേഷനുകളായിട്ട് തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തുടങ്ങുകയും പിന്നീട് അതൊരു ഓർഗനൈസേഷനാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന വലിയ പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് ഹോം ട്യൂട്ടറിംഗ് എന്ന് പറയുന്ന ബിസിനസ്. അടുത്തത് ആറാമത്തത് ട്രാവൽ പ്ലാനിംഗ് ആണ്. പലപ്പോഴും നമുക്ക് ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ട്രാവൽ ഏജൻസീസ് ഉണ്ട്. എങ്കിൽ പോലും പലപ്പോഴും ഒരാളുടെ ട്രാവൽ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളത് പലപ്പോഴും അയാൾ സ്വന്തമായിട്ട് തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ ഏജൻസീസിൻ്റെ സെറ്റായിട്ടുള്ള ഏതെങ്കിലും പാക്കേജിലേക്ക് ചെന്ന് വീഴുകയാണ് പതിവ്. അതിന് പകരമായിട്ട് അയാളുടെ ഒരു കംപ്ലീറ്റ് ട്രിപ്പ്, ട്രാവൽ ഒക്കെ പ്ലാൻ ചെയ്യുകയും അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റീവിലേക്ക് അയാൾ എത്തിക്കുകയും അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനിങ്ങുകൾ ചെയ്യുകയും അതിനെ ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ ട്രാവൽ പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽ പ്ലാനിങ് ഇനിയുള്ള കാലഘട്ടത്തിൽ വലിയ സാധ്യതയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ പ്ലാനിങ്ങിനെ കുറിച്ചും ഒന്ന് പ്ലാൻ ചെയ്യുക. ഏഴാമത്തെ സാധ്യത ക്ലീനിങ് ആണ്. ക്ലീനിങ് ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും കൊറോണയൊക്കെ വന്നതിന് ശേഷം വളരെയധികം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് മൊബൈൽ ആപ്പുകളിലൂടെയൊക്കെ ഇപ്പോൾ ക്ലീനിങ് സർവീസസ് അവൈലബിൾ ആണ്. നമ്മളുടെ ചുറ്റുപാടും പല ക്ലീനിങ് കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും വലിയ സാധ്യതയുള്ള വലിയൊരു മാർക്കറ്റുള്ള ഒരു സംവിധാനം തന്നെയാണ്. റെസിഡൻസുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം വേണമെങ്കിൽ ചെയ്യാം. കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ കൊമേഴ്സ്യൽ മാത്രം ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ റെസിഡൻഷ്യൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാവുന്ന ഒരു മേഖലയാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീനിങ് അതായത് വളരെ ചെറിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ എന്നുള്ള രീതിയിൽ ഇറങ്ങുകയും വേണമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങുകയും ചെയ്യാവുന്ന വലിയ സാധ്യതകളുള്ള വലിയ ഒരു ഫീൽഡ് തന്നെയാണ്, വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ സാധ്യത, മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ലോകം അവസാനിക്കുന്നിടത്തോളം ഈ ക്ലീനിങ്ങിൻ്റെ സാധ്യതകളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്.
എല്ലായിടത്തും ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഹൈജീനും വെൽനസ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീനിങ് സർവീസസിൻ്റെ സാധ്യതകളും കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം. അവസാനമായിട്ട് 8ാമത്തെ ഓപ്പർച്യൂണിറ്റി ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക, ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അത് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കലും റെസ്റ്റോറൻറ്റുകളും ക്ലൗഡ് കിച്ചണും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡുകൾ, അത് ഡെലിവർ ചെയ്യുന്ന സംവിധാനങ്ങൾ, പിന്നെ ഹോസ്പിറ്റൽസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ടുകൾ, ഇത്തരം സാധനങ്ങളെയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന പരിപാടി വളരെ കുറച്ച് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള റെസിഡൻഷ്യൽ ഏരിയാസുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടോ ഒക്കെ അവരുടെ ഒരു ഡയറ്ററി പ്ലാൻ അനുസരിച്ച് ഫുഡ് എത്തിക്കുന്ന, ഈ ഓർഗാനിക് ഫുഡ് സ്പെസിഫിക്കലി എത്തിക്കുന്ന ഒരു പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ അതിനും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ തുടങ്ങാം. ഇതിൽ കൂടുതലും സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ പൈസ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. പലപ്പോഴും ഒരു 10,000 രൂപയ്ക്കുള്ളിൽ തന്നെ തുടങ്ങാവുന്ന ബിസിനസ്സുകളാണ് ഇതെല്ലാം എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവണം. അത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്ലാരിറ്റിയും നിങ്ങൾക്കുണ്ടാവണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെറിയ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക, ഒരു ലോഗോ പ്രിപ്പയർ ചെയ്യുക, ഒരു ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് എന്നിവ ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രീ ആയിട്ട് തുടങ്ങുക, ചെറിയ രീതിയിൽ അതിൽ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങുക. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതായതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ട് ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, പഠിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പതിയെ പതിയെ തുടങ്ങുക. അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ മാത്രം, നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മാത്രം ഒരല്പം ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവരിക, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുക, അവരിൽ നിന്ന് റെഫറൻസ് എടുക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തുക. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സർവീസ് ബിസിനസ് വലുതാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പാർട്ട് ടൈമായിട്ട് തുടങ്ങാം. എല്ലാ ബിസിനസ്സുകളും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും പാർട്ട് ടൈമായിട്ട് തുടങ്ങാം. നിങ്ങൾക്കതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ, അത് വിജയിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ അതൊരു ഫുൾ ടൈം ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഈ ബിസിനസ്സുകളെല്ലാം തന്നെ പ്രാവർത്തികമാണ്. ഇതെല്ലാം ചെയ്യുന്ന ആളുകളെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇത് വിജയിക്കാൻ സാധ്യതയുള്ള എന്നല്ല, ഉറപ്പുള്ള ബിസിനസ് ആശയങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും വേണമെന്നുള്ള തീരുമാനം നിങ്ങളുടെ മനസ്സിൽ അതിശക്തമായി എടുക്കുകയും അതിന് മുന്നോട്ട് ഒരു കാൽ വയ്ക്കുകയും ചെയ്യണമെന്ന് മാത്രം. ഓൾ ദി ബെസ്റ്റ്.